ഫോൺ നമ്മൾ ഈ ഒരു കവറിലിട്ടിട്ട് നേരെ വെള്ളത്തിലേക്ക് മുക്കിയിടും. എൻ്റെ ഫോൺ മാതാവേ. ഹായ് ഗൈസ്, MRDയുടെ പുതിയൊരു എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാൻ നിങ്ങളുടെ സ്വന്തം ജെറി. അപ്പോൾ നമ്മൾ ഇന്ന് ചെയ്യാൻ പോണ കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതുപോലൊരു കവറ് നമ്മളുടെ ഭൂരിഭാഗം ആൾക്കാരും കണ്ടിട്ടുണ്ടാകും. ഇതേപോലത്തെ ഒരു കവറ് നമ്മൾ മഴയത്തൊക്കെ ഫോൺ യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട്, അതായത് ഫോൺ സേഫായിട്ട് മഴയത്ത് യൂസ് ചെയ്യാൻ വേണ്ടി ഉപയോഗിക്കുന്ന ഒരു പ്രൊട്ടക്റ്റിംഗ് കവർ അല്ലെങ്കിൽ പ്രൊട്ടക്റ്റിംഗ് കേസ് എന്നൊക്കെ വേണമെങ്കിൽ പറയാം. അപ്പോൾ നമ്മൾ ഇന്ന് ചെയ്യാൻ പോണ വീഡിയോ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിന് എത്രമാത്രം ക്വാളിറ്റി ഉണ്ട്, അതായത് നമ്മുടെ ഫോൺ ഇതിനകത്ത് ഇടുന്ന സമയത്ത് ഫോൺ എത്രമാത്രം സേഫ് ആയിരിക്കും എന്നുള്ള കാര്യം നമ്മളിന്ന് ടെസ്റ്റ് ചെയ്യാൻ വേണ്ടി പോവാണ്. അപ്പോൾ ഇതിന് മെയിനായിട്ട് 2 ടെസ്റ്റ് ഉണ്ട്. ഒന്ന് റെയിൻ ടെസ്റ്റും പിന്നെ ഒന്ന് ഡിപ്പിംഗ് ടെസ്റ്റും. അപ്പോൾ നമുക്ക് ഫസ്റ്റ് റെയിൻ ടെസ്റ്റ് എങ്ങനെയുണ്ടെന്ന് നോക്കാം. എൻ്റെ ഫോൺ മാതാവേ. ടച്ച് വർക്ക് ചെയ്യുന്നുണ്ട്, നീ പേടിക്കുന്നു വേണ്ട. കിട്ടാനിഞ്ഞൊന്നുമില്ല. എൻ്റെ ഫോൺ വെള്ളപ്പൊക്കത്തേക്ക് കിടക്കണ ഫോൺ ഞാൻ എന്ത് ചെയ്യാൻ? ഫോട്ടോഷൂട്ടിന്റെ പിക്ചേഴ്സൊക്കെ എടുത്ത് വെച്ചാൽ ഇപ്പഴാണ് ലോഡായത്. അപ്പോൾ നമ്മുടെ ഒന്നാമത്തെ ടെസ്റ്റ്, അതായത് നമ്മുടെ റെയിൻ ടെസ്റ്റ് ഏകദേശം കംപ്ലീറ്റ് ആയി. അപ്പോൾ റെയിൻ ടെസ്റ്റിൽ ഫോണിന് വേറെ പ്രശ്നങ്ങളൊന്നുമില്ല, ഒരു തുള്ളി വെള്ളം പോലും അകത്തോട്ട് കയറിയിട്ടില്ല. അപ്പോൾ ഇനി നമുക്ക് മഴയത്ത് ധൈര്യമായിട്ട് ഈ ഒരു പ്രൊഡക്റ്റിൽ നമ്മുടെ ഫോൺ ഇട്ട് ഉപയോഗിക്കാം. 100% ഉറപ്പായിട്ട് ഉപയോഗിക്കാം, ഒരു പ്രശ്നങ്ങളും ഉണ്ടാവില്ല, സേഫാണ്. അപ്പോൾ ഇനി നമുക്ക് രണ്ടാമത്തെ ടെസ്റ്റിലേക്ക് കിടക്കാം. രണ്ടാമത്തെ ടെസ്റ്റ് എന്ന് പറയുന്നത് ഡിപ്പിംഗ് ടെസ്റ്റാണ്. ഫോൺ നമ്മൾ ഈ ഒരു കവറിലിട്ടിട്ട് നേരെ വെള്ളത്തിലേക്ക് മുക്കിയിടും. എങ്ങനെയാണ് അവസ്ഥ എന്ന് നമുക്ക് കണ്ടറിയാം. അപ്പോൾ നമ്മുടെ ഡിപ്പിംഗ് ടെസ്റ്റ് ഏകദേശം പൂർണ്ണമായത് കംപ്ലീറ്റ് ആയി. ഡിപ്പിംഗ് ടെസ്റ്റിൽ വേറെ പ്രശ്നങ്ങളൊന്നും പറ്റിയില്ല, പക്ഷേ എന്നോട്ട് ഓക്കെ, ഞാൻ 100% അതിനോട് ഓക്കെ അല്ല. കാരണം ഞാൻ ആ ഫോൺ എടുത്ത സമയത്ത് ചെറിയ ചെറിയ ഡ്രോപ്സ് ഒക്കെ ഫോണും ഉണ്ടായിരുന്നു. അപ്പോൾ നമുക്ക് ഫുള്ളായിട്ട് അതിനെ ട്രസ്റ്റ് ചെയ്യാൻ പറ്റില്ല. നമുക്ക് ഇനി എമർജൻസി സിറ്റുവേഷൻസിലൊക്കെ മാക്സിമം നമുക്ക് യൂസ് ചെയ്യാം, അല്ലാതെ നമുക്ക് ഫുള്ളായിട്ട് അതിനെ ട്രസ്റ്റ് ചെയ്യാനായിട്ട് പറ്റില്ല. പിന്നെ ഞാൻ ഇതിനോടനുബന്ധിച്ച് തന്നെ ഞാൻ വേറെ 2 കാര്യങ്ങളോടും ചെയ്തായിരുന്നു. ഫോൺ നമുക്കിപ്പോൾ കോളൊക്കെ വരാണെന്നുണ്ടെങ്കിൽ നമുക്ക് കേൾക്കാനുള്ള പ്രശ്നങ്ങൾ വല്ലതും ഉണ്ടോയെന്ന്. കേൾക്കാനായിട്ട് പ്രശ്നങ്ങളൊന്നുമില്ല, അതിപ്പോൾ മഴയത്താണെങ്കിലും വേറെ പ്രശ്നങ്ങളൊന്നുമില്ല. അതേപോലെ തന്നെ ഫോണിൽ നമുക്ക് ഉപയോഗിക്കാനായിട്ട്, ഫോണിൽ ടച്ച് ചെയ്യാനൊക്കെ ആയിട്ട് വേറെ പ്രശ്നങ്ങളൊന്നുമില്ല. അപ്പോൾ മഴ പെയ്തുകൊണ്ടിരിക്കുകയാണെങ്കിൽ പോലും നമുക്ക് ധൈര്യമായിട്ട് യൂസ് ചെയ്യാം. ഇപ്പോൾ ഈ ഒരു ഡിപ്പിംഗ് ടെസ്റ്റിൽ മാത്രം എനിക്ക് അത്ര കംഫർട്ടല്ല ഞാൻ, അപ്പോൾ അതിന് മാത്രം ചെറിയ പ്രശ്നങ്ങൾ എനിക്ക് തോന്നുന്നുണ്ട്. അപ്പോൾ അതനുസരിച്ച് നിങ്ങൾ യൂസ് ചെയ്യുക. പിന്നെ ഈ ഒരു കാര്യം, ഈ ഒരു സാധനം, അതായത് ഈ ഒരു പ്രൊഡക്റ്റ് ഞാൻ മേടിച്ചത് 60 രൂപയ്ക്കാണ് മേടിച്ചത്. അപ്പോൾ ഇത് ഓരോ സ്ഥലത്തും ഓരോ വിലയാണ്. അപ്പോൾ അതിൻ്റേതനുസരിച്ച് അതിൻ്റെ ക്വാളിറ്റിയിൽ വ്യത്യാസം ഉണ്ടാവും. പിന്നെ ഈ ഒരു പ്രൊഡക്റ്റിനകത്ത് നമ്മുടെ ഫോൺ ഇട്ടിട്ട് ഫോണിൽ നമ്മൾ റെക്കോർഡ് ചെയ്യണ വീഡിയോൻ്റെ ക്വാളിറ്റി എന്ന് പറയുന്നത് വലിയ തിരക്കേടില്ലാത്ത ക്വാളിറ്റി തന്നെയാണ്. വേറെ പ്രശ്നങ്ങളൊന്നുമില്ല. വേറെ ഈ പറഞ്ഞ പോലെ ഈ ഒരു ലെയർ വന്ന കാരണം കൊണ്ട് ക്വാളിറ്റിയിൽ വ്യത്യാസങ്ങളൊന്നും വരുന്നില്ല. ഞാനിപ്പോൾ എൻ്റെ ഫോണിൽ എടുത്തിട്ട് കുറച്ച് വീഡിയോസ് ഉണ്ട്, അത് ഞാനിപ്പോൾ കാണിച്ചു തരാം.
അഫോർഡബിൾ പ്രൈസിൽ നമുക്ക് കിട്ടാവുന്ന മാക്സിമം അഡ്വാൻറ്റേജസ് ഉള്ള ഒരു പ്രൊഡക്റ്റ് ആണിത്. വേണമെങ്കിൽ നമുക്ക് വാല്യൂ ഫോർ മണി എന്നൊക്കെ വേണമെങ്കിൽ പറയാം. അപ്പോൾ ഈ ഒരു വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് കരുതുന്നു. ഇതുപോലുള്ള പുതിയ പുതിയ ഇൻഫോർമേറ്റീവ് വീഡിയോസ് ആയിട്ട് പിന്നെ വരാം. See you soon in next video. Bye. അയ്യോ ഒരിക്കലേ ഇങ്ങനെയാണ് ഒഴിക്കണത്. അയ്യോ ഒരിക്കലേ കോമഡി ആയി കളഞ്ഞ്.